നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്യുന്ന വിശ്വാസപൂർവ്വം മൻസൂർ എന്ന ചിത്രം പുറത്തിറങ്ങിക്കഴിഞ്ഞു. മൻസൂർ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച റോഷനാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. അദ്ദേഹത്തിൻ്റെയും ചിത്രത്തിൻ്റെയും വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. സ്വാഗതം. പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ചിത്രമാണ് വിശ്വാസപൂർവ്വം മൻസൂർ. ഇപ്പോൾ ചിത്രം പുറത്തിറങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാണ് ആദ്യ പ്രതികരണങ്ങൾ? ഞാൻ വിചാരിച്ചതിൻ്റെയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പ് ഒരു ഓഡിയൻസ് ആയിരുന്നില്ല ആദ്യത്തെ ഷോയ്ക്ക് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതലും ഒരു കൂട്ടം അമ്മമാരായിരുന്നു. ഞങ്ങൾ കുറച്ചുകൂടി ഒരു ഫാമിലി ഓഡിയൻസ് എന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കണ്ടവർക്ക് എല്ലാവർക്കും വളരെ റിയലായിട്ട് തോന്നി, വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു അവരെല്ലാവരും. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും പല സമയത്ത് സിനിമയിലെ പല ഭാഗങ്ങളിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഇപ്പോൾ ഇതാണോ സംഭവിക്കാൻ പോകുന്നത്, എന്നെ ആളാണോ വരാൻ പോകുന്നത്, അയ്യോ അവനാണോ വിളിച്ചത്. അപ്പോൾ അങ്ങനെ അവർ കഥയുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കിനും ഒരുപാട് സന്തോഷമുണ്ടായി. പിന്നെ കണ്ടവരെല്ലാവരും എല്ലാവരുടെയും പെർഫോമൻസസ് വളരെ നല്ലതായിരുന്നു, ഭയങ്കര റിയലായിട്ട് തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര ഇത്തിരി കൂടുതൽ ഡെപ്തുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന, ഇമോഷണലി ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് പെർഫോം ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സംവിധായകരുടെയോ അത്തരത്തിലുള്ളൊരു പ്രതികരണം, സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു പ്രതികരണം അതെങ്ങനെയാണ്? സിനിമാ മേഖലയിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്തവരെല്ലാവരും കൂടുതൽ പേരും ആദ്യം പറഞ്ഞ കാര്യം അത് തന്നെയാണ്. പെർഫോമൻസസ് നിങ്ങളെല്ലാവരുടേതും വളരെ റിയലായിട്ട് തോന്നി, അതൊരുപാട് എൻജോയ് ചെയ്തു കണ്ടതിൽ. സിനിമ എല്ലാവരുടെയും ടൈപ്പ് ഒരു സിനിമയല്ല, അതുകൊണ്ട് പലർക്കും പലതാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളായിരുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നമ്മൾ മലയാളത്തിലൊരു 100 സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണം മാത്രമേ ഈ ഒരു ജോൺറയിൽ ഉണ്ടാവുകയുള്ളൂ. കൂടുതലും ഇത്രയും ഫണ്ണായിട്ട് എൻ്റർടൈനിങ് ആയിട്ട് പോകുന്ന ഒരു സിനിമകളാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയല്ലാത്ത വളരെ നോർമലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന, വളരെ ലൈഫിൽ നമ്മൾ കാണുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. എന്നാൽ അതിൽ പി.ടി. കുഞ്ഞുമുഹമ്മദ് എന്ന റൈറ്ററിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈല് വന്നിട്ടുണ്ട്. കുഞ്ഞുമുഹമ്മദ് സാറിൻ്റെ ഒരു ഡയറക്ഷൻ സ്റ്റൈൽ അതിൽ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കാരണം പലരുടെയും പ്രതികരണം പലതായിരുന്നു. ചിലർക്ക് സിനിമയിലെ പെർഫോമൻസസ്, ഡയറക്ഷൻ സ്റ്റൈല് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ചിലർക്ക് ക്യാമറ വർക്ക് ഇഷ്ടമായി, ചിലർക്ക് മ്യൂസിക് ഇഷ്ടമായി, ചിലർക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അങ്ങനെ വളരെ മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. എല്ലാം കേട്ട് നിൽക്കുന്നതിൽ നിന്ന് ഇങ്ങനെ ചെറിയ പോയിൻറ്റ്സ് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുക, ഇതാണ് നമ്മുടെ ജനറൽ ടേസ്റ്റ്. അതൊക്കെ എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. വർഗീയമായും വംശീയമായുമുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു പ്രണയ ചിത്രകഥയാണ് വിശ്വാസപൂർവ്വം മൻസൂർ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ വിഷയത്തിന്? ഈ കഥ ജയകൃഷ്ണൻ കാവലിൻ്റെ കഥയാണ്. അപ്പം ഈ കഥ എഴുതിയത് ശരിക്കും പറഞ്ഞ ഒരു 2-3 കൊല്ലം മുമ്പാണ്. അത് സ്ക്രിപ്റ്റിലേക്ക് മാറ്റിയതും സിനിമയായിട്ട് ആ പ്രൊജക്റ്റ് ഓൺ ആവുന്നതുമാണ് ഈ കൊല്ലം. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് 2-3 കൊല്ലത്തിനേക്കാളിലും എന്തുകൊണ്ടും വളരെയധികം റെലവൻ്റ് ആണ് ഈ കഥ ഇന്ന്. നമ്മുടെ ചുറ്റും നാഷണലിസത്തിനെ പറ്റി നടക്കുന്ന ഒരുപാട് ചർച്ചകൾ, കമ്മ്യൂണലിസം എന്നുള്ളൊരു ടോപ്പിക് ഇന്ത്യയിൽ കുറേ കൊല്ലങ്ങളായിട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അത് കാസ്റ്റിസം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഇപ്പോൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഒരാൾ മുസ്ലിം ആണെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അയാളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നു എന്നൊക്കെയുള്ളത് ത്രൂ ഔട്ട് ദി ഇയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ നാഷണലിസത്തിനെ പറ്റി ഈ അടുത്ത കാലത്ത് വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും ചർച്ച ചെയ്തിരുന്നു. ഇപ്പം നമ്മുടെ സിനിമാ തിയേറ്ററുകളിൽ നാഷണൽ ആന്തം പ്ലേ ചെയ്യുന്ന വിഷയം പോലും നമ്മളെല്ലാവരും അതാണോ ശരിക്കുമുള്ള ദേശസ്നേഹം, രാജ്യസ്നേഹം കാണിക്കാനുള്ള വഴി അതാണോ, അതിന് എത്രത്തോളം അർത്ഥമുണ്ട് എന്നൊക്കെയുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് ഇതിനകത്ത് മൻസൂറിന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം, അല്ലെ അവൻ്റെ കയ്യിൽ ഉത്തരവില്ലാത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ രാജ്യസ്നേഹിയാണെന്ന് തെളിയിക്കൂ എന്നൊരാൾ പറഞ്ഞു കഴിയുമ്പം അത് തെളിയിക്കാനുള്ള വഴിയില്ല അവന്. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് നമ്മൾ രാജ്യസ്നേഹിയാണോ അല്ലയോ എന്ന് ഒരാൾക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കിനും ഈ അടുത്ത കാലത്ത് ഡിസ്കസ് ചെയ്തിരുന്ന ഇഷ്യൂസ് വെച്ച് നോക്കുമ്പോൾ വളരെയധികം റെലവൻ്റ് ആയിട്ട് തോന്നി ഈ സിനിമ. എന്തുകൊണ്ടും ഇത് റിലീസായ സമയം കറക്റ്റായിരുന്നു എന്ന് തോന്നി. മലബാർ പശ്ചാത്തലത്തിൽ നമുക്ക് നിരവധി പ്രണയകഥകളുണ്ട്. അതിൽ നിന്ന് വിശ്വാസപൂർവ്വം മൻസൂർ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? വിശ്വാസപൂർവ്വം മൻസൂറിലെ പ്രണയം അത് വളരെയധികം
ഒരുപാട് ബാഗേജ് ഉള്ളൊരു പ്രണയമാണ്. അതിന് ഇപ്പം ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ, മുംതാസിൻ്റെ മൻസൂറിൻ്റെ കഥാപാത്രം തമ്മിൽ കണ്ടുമുട്ടുന്നത് സിനിമ തുടങ്ങിക്കഴിഞ്ഞാണെങ്കിലും മുംതാസ് വന്ന് കയറുന്നത് തന്നെ ഒരു വലിയൊരു ഹിസ്റ്ററിയുമായിട്ടാണ്. അതിനു മുമ്പ് മുംതാസ് മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. മുംതാസിൻ്റെ അമ്മയും വന്ന് കയറിയിരിക്കുന്ന ഒരു വർഗീയ കലാപത്തിൻ്റെ സർവൈവേഴ്സായിട്ടാണ്. അപ്പം നമ്മൾ പലപ്പോഴും കലാപങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിനെപ്പറ്റിയുള്ള സിനിമകൾ കാണുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയ രണ്ടുപേരുടെ ജീവിതം മുമ്പോട്ട് എങ്ങനെ, അവർ ആ ഒരു ആഫ്റ്റർമാത്തുമായിട്ട് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ അത് ഡീൽ ചെയ്ത് അതുമായിട്ട് ജീവിച്ച് പൊരുത്തപ്പെട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ്. അതേപോലെ മൻസൂർ എന്ന് പറയുന്ന ആൾ ഒരിക്കലും അവൻ്റെ ലൈഫിൽ ആ ഒരു പോയിന്റിലൊരു പ്രണയം വേണം അല്ലെങ്കിൽ ഒരു പ്രണയബന്ധം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളല്ല. അവൻ വളരെ ഫോക്കസ്ഡായിട്ട്, അവൻ്റെ കലാകാരനാണ്, അവൻ വളരെ ഫോക്കസ്ഡായിട്ട് അവൻ്റെ ആദ്യ സിനിമ പുറത്തിറക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നടക്കുന്നതാണ്. അതേപോലെ ഇതിൻ്റെ കൂടെ സൗമ്യ എന്ന വേറൊരു ക്യാരക്ടറുമുണ്ട്. സൗമ്യയും മൻസൂറും തമ്മിൽ അടുപ്പത്തിലായിരുന്നു അല്ലെങ്കിൽ അടുപ്പത്തിലാവാമായിരുന്നു. അങ്ങനെ ആവാതിരിക്കുന്നതിന് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കുറേ കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ ചുറ്റുമുള്ളത് കാരണം ഇതൊരു നോർമൽ ലവ് സ്റ്റോറി പോലെ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ കണ്ടുമുട്ടുന്നിടം മുതൽ ഉണ്ടാവുന്നൊരു പ്രണയകഥയല്ല. അതിലേക്ക് അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ തന്നെ അതിലേക്ക് വന്നു കയറുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് ഇതിനെ മറ്റൊരു ലവ് സ്റ്റോറിയിൽ നിന്നും ഡിഫറെൻ്റ് ആക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പി ടി കുഞ്ഞുമുഹമ്മദ് സാറിൻ്റെ റൈറ്റിംഗ്, ഏതൊരു ക്യാരക്ടറായാലും ഒരു സിറ്റുവേഷനിൽ ആ ക്യാരക്ടർ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ നല്ല വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് സാറിൻ്റെ ക്യാരക്ടേഴ്സ് എപ്പോഴും സംസാരിക്കുന്നത്. സാറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ അതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് കൂടെ നമുക്ക് പെർഫോം ചെയ്യാൻ അത് ഭയങ്കര ചാലഞ്ചിങ്ങുമാണ്, പെർഫോം ചെയ്യാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റുമാണ്. ആനന്ദത്തിലെ നിന്ന് വരുമ്പോൾ, മൻസൂർ എന്ന കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം ശൈലിയിൽ പോലും വലിയ തോതിലുള്ള ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. ഒരുപാട് മാറ്റമുണ്ടായിരുന്നു. കാരണം മൻസൂറും ആനന്ദത്തിലെ ഗൗതമും തമ്മിൽ ആകെ ഒരൊറ്റ സാമ്യമുള്ള അവർ രണ്ടുപേരും കലാകാരന്മാരാണെന്നുള്ളത്. വേറെ എല്ലാ രീതിയിലും മൻസൂർ ഗൗതമിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു ആനന്ദം കഴിഞ്ഞൊരു സിനിമ എടുക്കുമ്പോൾ അതിൽ മറ്റെന്തിനേക്കാളിലും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എൻ്റെ ക്യാരക്ടർ ഒരിക്കലും ഗൗതം എന്നുള്ള കഥാപാത്രം റിപ്പീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഗൗതമിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരരുത് എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗൗതമിനേക്കാളും ഒരുപാട് അധികം മെച്യൂരിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ് മൻസൂർ. ഗൗതം ഒരു കൊച്ചു പയ്യനായിരുന്നു. അവൻ്റെ പ്രശ്നങ്ങൾ കമ്മിങ് ഓഫ് ഏജ് പ്രശ്നങ്ങളായിരുന്നു. ഞാൻ ശരിക്കും ആരാണെന്നുള്ളത് എൻ്റെ കൂട്ടുകാരും ഗേൾഫ്രണ്ട് പറഞ്ഞാൽ അവരെന്നെ വിട്ടുപോകുമോ. മൻസൂറിൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും അതല്ല. മൻസൂറിന് കുറേ കൂടെ അവൻ്റെ പ്രായത്തിനെക്കാട്ടിലും ഗ്രോണപ്പ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അവനുണ്ടാവുന്നത്. അപ്പം അങ്ങനെ പിന്നെ തലശ്ശേരിയുടെ സംസാര ശൈലി, കോളേജിലൊരു സഖാവായിരുന്ന ഒരാൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് അവൻ്റെ ഉമ്മയുടെ കൂടെ താമസിക്കുന്നു വീട്ടിൽ തന്നെ. അപ്പോൾ അവൻ്റെ ശരീരം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ മൻസൂറിൻ്റെ തോട്ടിനുണ്ടാവുന്ന ഡെപ്ത്, അവൻ സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യുന്നത് എത്ര ധൈര്യത്തോടെയാണ്. ഒരിക്കലും ഗൗതം ധൈര്യശാലിയായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നില്ല. അവൻ എല്ലാത്തിനെയും പേടിക്കുന്ന, എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാത്തൊരു ക്യാരക്ടറായിരുന്നു. മഴ പെയ്യുന്നുണ്ട്, നമുക്ക് വേഗം നിർത്താം. പി ടി കുഞ്ഞുമുഹമ്മദ് എന്ന പ്രശസ്തനായ സംവിധായകൻ, അദ്ദേഹത്തെ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം വീണ്ടും സിനിമാ രംഗത്ത് സജീവമാകുന്നത്. അദ്ദേഹത്തുമൊത്തുള്ള ഒരു എക്സ്പീരിയൻസ് അതുകൂടി ഒന്ന് പങ്കുവയ്ക്കും. പി ടി കുഞ്ഞുമുഹമ്മദ് സാർ വളരെ നല്ലൊരു കൊളാബറേറ്ററാണ്. എല്ലാവരുമായിട്ടും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. സാറിൻ്റെ പടത്തിലെ എല്ലാ എലമെൻസിലും സാറിൻ്റെ ഒരു ഇൻപുട്ട് ഉണ്ടാവും, സാറിൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാവും. പക്ഷേ അതൊരിക്കലും സാർ മാത്രമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാവില്ല. ഒരിക്കലും ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ല സെറ്റിൽ നടക്കുന്നത്. എന്തുകൊണ്ടും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. എനിക്ക് തന്നെ പടത്തിൽ ഉണ്ടായിരുന്ന പല സംശയങ്ങൾ, എനിക്കുണ്ടായിരുന്ന പല ഇഷ്യൂസ് എല്ലാം ഒരിക്കലും സാർ അത് കേൾക്കാതെ പോയി എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിട്ടില്ല. എന്ത് കാര്യത്തിനും നമ്മുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന ഒരാളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഇപ്പോൾ സാറിന് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആണെങ്കിൽ പോലും അത് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യിക്കും. എന്തുകൊണ്ട് ഇതിവിടെ വേണം, എന്തുകൊണ്ട് ഇതിവിടെ ചെയ്യണം, ഇതിൻ്റെ ആവശ്യം എന്താണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും എൻ്റെ സൈഡ് കേട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരില്ല. വിശ്വാസപൂർവ്വം മൻസൂർ എന്ന ചിത്രത്തിലെ തൻ്റെ അനുഭവങ്ങളാണ് റോഷൻ പങ്കുവച്ചത്. ക്യാമറമാൻ ഷിജോ എം ജെയിംസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി.